നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. ആണോ? അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. ബംഗാളികൾ, ഒഡീസ, ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. കുറച്ച് പെർസെന്റേജ് ആണ് അവരില്. ബാക്കിയുള്ളത് അവര് വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവര് പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവര് ഗൂഗിൾ പേയില് ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയില് അവർ ഈ പൈസ അയക്കുകയാണ്. അതായത് നമ്മുടെ, ഞാൻ ഉദാഹരണം പറയാം. ഒരു 15 കൊല്ലം മുമ്പ് കൊച്ചി നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ, തിരുവനന്തപുരത്ത് 100 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതാൽ അതിൽ 40 മുതൽ 50% വരെ പണം ലേബർ ചാർജായി ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശത്തുമുള്ള തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നു. 40-50 കോടി, 40% to 50% ആണ് ലേബർ ചാർജ്. ഇപ്പൊ ആ പണം എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും. എല്ലാം ഇത് ജീവനക്കാരാണ്. ഈ പറയുന്ന ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. അതൊക്കെ മനസ്സിലാക്കണം. ഇക്കോണമിയുടെ അടിത്തറമാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും. അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റും. മലയാളികൾ നല്ല പണിയെടുക്കണം. നാട്ടിൽ ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യോ? ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷൻ ആണ്. റെമിറ്റൻസിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും കോളർ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ അപകടകരമായ ഇക്കോണമിയെ അപകടകരമായി അതിന്റെ അടിത്തറ മാന്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കും. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ സാറ് കേരളത്തിനെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കുതിപ്പിക്കുവാൻ കുറെ നല്ല നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത് ഒത്തിരി പ്ലാനിങ്ങുകളോടെയാണ് സാറ് മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തതെന്ന് സാറിന്റെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സാറിന്റെ ആ എല്ലാ നല്ല ഐഡിയകൾക്കും പൊതുജനങ്ങളായ ഞങ്ങൾ എന്നും സാറിനെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. പക്ഷെ സാർ ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പേഴ്സണലായിട്ട് വിയോജിപ്പാണ്. സാറ് പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ വന്ന് ജോലി ചെയ്ത് നമ്മുടെ സമ്പത്തിന്റെ അടിവേരർത്ത് കൊണ്ടുപോവുകയാണെന്ന്, അവര് ഗൂഗിൾ പേ ചെയ്ത് നമ്മുടെ സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് അവരുടെ നാട്ടിലേക്ക് എത്തിക്കുകയാണെന്ന്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? അവരിവിടെ ജോലിക്ക് വന്നിട്ടല്ലേ. അവര് ജോലി എടുക്കുമ്പോഴും നമ്മളുടെ സാമ്പത്തികമായിട്ട് നമുക്ക് മുന്നേറ്റം ഉണ്ടാവൂലേ? അവര് ജോലി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവര് ശമ്പളം മാത്രമല്ല അവർ കൊണ്ടുപോകുന്നുള്ളൂ. ശരാശരി 7000 രൂപ, അതായത് ഒരു ദിവസം 1000 രൂപയാണ് ഒരു അതിഥി തൊഴിലാളിക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിൽ 7000 രൂപയിൽ 2000 രൂപ എന്തായാലും അവനോട് ചെലവാക്കും. ബാക്കി 5000 ആണ് അവൻ നാട്ടിലേക്ക് അവന്റെ കുടുംബത്തേക്ക് ഗൂഗിൾ പേ ചെയ്യണത്. അപ്പൊ നമ്മൾ അത് ശരിയാവില്ല. 7000 രൂപയും ഈ നാട്ടിൽ തന്നെ ചെലവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കുടുംബം പട്ടിണിയായി പോകില്ല സാറേ. മാത്രമല്ല, ഏതെങ്കിലും ബംഗാളികൾ ഇങ്ങോട്ട് പണിക്ക് വരുമോ? ഈ ഒരു സാഹചര്യത്തിൽ ബംഗാളികൾ ഇവിടെ പണിക്ക് വന്നില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം ഗുദാഹവ. സാർ ഒരു കാര്യം ഓർക്കണം, കേരളത്തിൽ വന്ന അതിഥി തൊഴിലാളികൾ പണിയെടുക്കുന്ന പോലെ നമ്മൾ മലയാളികൾ എത്രയോ രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുക്കുന്നുണ്ട് സാറേ. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവാസികളായ മലയാളികൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് സാറേ നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പിന് കാരണം. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ, സാറിന്റെ ഒരു തീരുമാനം പോലെ തന്നെ അവിടെയുള്ള ഭരണാധികാരികൾ ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാലോ? അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അവിടെ തന്നെ ചെലവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ സാറേ, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ ഇവിടെ വന്ന് അധ്വാനിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമ്പത്താണ് സാറേ അവരുടെ നാടിന്റെ പച്ചപ്പ്. അപ്പൊ അതുകൊണ്ട് ഈ 2 പച്ചപ്പുകളും അവിടെ തന്നെ നിൽക്കട്ടെ. ഈ പച്ചപ്പുകൾ മങ്ങാതെ എന്നും ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരയായിട്ട് എന്നും നിലനിൽക്കട്ടെ സാറേ.